നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വീണ വിജയനും എക്സാലോജിക്, CMRL എന്നീ കമ്പനികൾക്കും നോട്ടീസ് അയക്കുന്ന കാര്യത്തിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയിരിക്കുന്നത്. എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകുന്നുമുണ്ട്. ശേഖരിച്ച തെളിവുകളും അതിനോടൊപ്പം തന്നെ രേഖകളും ഒക്കെ കേസിൽ വളരെ നിർണായകമായിരിക്കും. കേസിൽ ED അന്വേഷണത്തിന് തടയിടുന്നതിനു വേണ്ടി വീണ വിജയനും എക്സാലോജിക്കും നിയമ ഉപദേശം തേടിയതോടെ അല്ലെങ്കിൽ നിയമപരമായി നീക്കങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് EDയും ഇതേ വഴി തന്നെ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് അവരിപ്പോൾ നോട്ടീസ് അയക്കുന്നതിന് തൊട്ട് മുൻപായി ഇതിന്റെ നിയമോപദേശം തേടിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ ECIR നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ECIR രജിസ്റ്റർ ചെയ്തതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി തന്നെ ഈ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ശേഖരിച്ച വിവരങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ചിത്രത്തിലേക്ക് എത്തുന്നത്. മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് SFIO നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ED അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്ന കേസാണ് നിലവിൽ അന്വേഷിക്കുന്നത്. നൽകാത്ത സേവനത്തിന് കോടികൾ കൈപ്പറ്റിയതായാണ് വീണ വിജയന് നേരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. വീണ വിജയൻ നിയമോപദേശം തേടി മുന്നോട്ട് പോകുമ്പോൾ അതേ വഴി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സ്വീകരിച്ചിരിക്കുന്നു. അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് തൊട്ട് മുൻപായി നിയമോപദേശം തേടുകയാണ് ഇപ്പോൾ ED ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളത്തിനിടയിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് EDയുടെയും വീണ വിജയന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ED നടത്തിയ ഈ ചടുലമായ നീക്കം മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.